Welcome to AAA Profit Analytics weekly market view dated 9th November. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 11th മുതൽ 15th വരെയുള്ള നവംബർ വരെയുള്ള വീക്കാണ്. അടുത്ത വീക്കിൽ ട്യൂസ്ഡേ ഒരു ഹോളിഡേ വരുന്നുണ്ട്. 12th ഗുരുനാനക് ജയന്തിയുടെ ഹോളിഡേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിൽ 4 വർക്കിംഗ് ഡേയ്സ് ആണ് ഉണ്ടാവുക. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഒരു അടുത്ത 12,000 മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് 12,034 എന്നുള്ളൊരു റീസെൻറ്റ് ഹൈ സെറ്റ് ഒക്കെ ഉണ്ടായി. ജൂൺ മാസത്തിൽ 12,000 ബ്രേക്ക് ചെയ്തിരുന്ന മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും നവംബറിലാണ് വീണ്ടും ഈ 12,000 മാർക്ക് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നത്. നമുക്ക് കഴിഞ്ഞ വീക്കിൽ മൂഡീസ് ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് ഫ്രൈഡേയിൽ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. എന്തായാലും നമ്മൾ കഴിഞ്ഞ വീക്കിലെല്ലാം സംസാരിക്കുന്നുണ്ടായതാണ്. മാർക്കറ്റ് ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു റീസൺ. ഇങ്ങനെയുള്ള സപ്ലൈ സോൺസിൽ പല റീസൺസ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു റീസണാണ്. നമുക്കറിയാം മാർക്കറ്റ് നമ്മുടെ എക്കണോമി ഒരു സ്ലോ ഡൗണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു അങ്ങനെയുള്ള സ്ലോ ഡൗണിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള മോദീസ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഔട്ട്ലുക്ക് നെഗറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കഴിഞ്ഞ ഫ്രൈഡേയിൽ നല്ലൊരു സെൽ ഓഫ് ഉണ്ടായി. അതോടൊപ്പം തന്നെ സാറ്റർഡേയിൽ വരുന്ന അയോധ്യ വെർഡിക്റ്റിനും മുന്നോടിയായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി ആയിരിക്കണം ഫ്രൈഡേയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായത്. എന്തായാലും ഇതൊന്നും ഇതെല്ലാം എക്സ്പെക്റ്റഡ് തന്നെയാണ്. എന്തായാലും അയോധ്യ വെർഡിക്റ്റ് വളരെ ഇതുപോലെ തന്നെ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും മാർക്കറ്റിനൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഈ അയോധ്യ ഡിസ്പ്യൂട്ട് എങ്ങനെ റിസോൾവ് ചെയ്ത് പോകുന്നത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഡാറ്റ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിക്കാറുള്ളതാണ് അല്ലേ, കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓൾമോസ്റ്റ് സെയിം ഫിഗറിൻ്റെ തന്നെ ബൈയിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മന്ത് വരെയും കണ്ടതെങ്കിൽ ഇപ്പോൾ നോക്കും നമുക്ക് ഈ മാസം ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നവംബർ 4th മുതൽ 8th വരെയുള്ള ഡാറ്റ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നവംബർ 4th മാത്രമായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലേഴ്സ് ആയിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫിഗർ കൂടെ ഒന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിഗേഴ്സാണ്. ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നവംബർ 4th 500 crores സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ നവംബർ 5th 1,593 crores സെല്ലേഴ്സ് ആയിരുന്നു. നവംബർ 6th 1,117 crores സെല്ലേഴ്സ് ആയിരുന്നു. നവംബർ 7th 637 crores സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ നവംബർ 8th 584 crores സെല്ലേഴ്സും ആയിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുന്നതാണ് നമ്മളിപ്പോൾ ഈ ഫിഗേഴ്സ് നിന്നും കാണുന്നത്. അതെന്തായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. എസ്പെഷ്യലി പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും പ്രത്യേകിച്ചും മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെയൊക്കെ ഉള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ന്യൂസ് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിറ്റ് പോകുമ്പോൾ, അതായത് ഒരു 10,700-നും 11,500-നും ഒക്കെ ഇടയിലുള്ള മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് പീരീഡിലെല്ലാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിറ്റിരുന്ന സ്റ്റോക്കുകൾ പലതും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 12,000 റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പലപ്പോഴും മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്, അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബയേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഈ ടാക്സിൻ്റെയൊക്കെയുള്ള റീഫോംസിനെ തുടർന്ന് മാർക്കറ്റ് ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ള എക്സ്പെക്ടേഷനിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ് ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും മ്യൂച്വൽ ഫണ്ട്സിലൂടെയും നേരിട്ടും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ്, സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ന് തന്നെ അവരെ വിളിക്കാം. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിറ്റ് മാറിപ്പോകുന്ന സമയത്ത് സ്റ്റോക്സ് വാങ്ങാനുള്ള ഗട്ട്സ് കാണിച്ച ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമ്മളിപ്പോഴും നമ്മൾ ഈ വീക്ക്ലി വ്യൂവിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ
നമ്മൾ മാർക്കറ്റിൽ തുടക്കത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഹയർ ലെവൽസ് വാങ്ങി താഴെ ലെവലിൽ പേടിച്ച് ലോസ് ബുക്ക് ചെയ്ത് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് ആരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതായത് അത് നമ്മൾ ചെയ്യുന്നത് ഒരു കോൺട്രേറിയൻ മെത്തേഡാണ് അല്ലേ. അപ്പോൾ അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും എസ്പെഷ്യലി ഒരു ഇൻവെസ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ എല്ലാവരും ബൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ആ സമയത്ത് എല്ലാം പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും അല്ലേ. അതിനുശേഷം മാർക്കറ്റ് താഴെ പോകുമ്പോൾ എവിടെ നോക്കിയാലും നെഗറ്റീവ് ന്യൂസ് മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ ഭയന്ന് നമ്മൾ സ്റ്റോക്കുകൾ വിറ്റ് ലോസ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സമയം നമ്മൾ അത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കി അത് ഏത് പോയിന്റിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് നേടാൻ തുടങ്ങുന്നത്. അതായത് മാർക്കറ്റിൽ എല്ലാവരും പേടിച്ച് എവിടെ നെഗറ്റീവ് ന്യൂസുകൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ പലപ്പോഴും എല്ലാവരും വിറ്റൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം മാർക്കറ്റിൻ്റെ അടുത്ത സൈക്കിളിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ പ്രാക്ടീസിൽ ചെയ്യുന്നതിന് കുറേയധികം നമ്മൾ ക്ഷമ കാണിച്ചാൽ തന്നെ നടക്കുകയുള്ളൂ. കാരണം ആ താഴേക്ക് പോകുന്ന സമയത്ത് എവിടെയും പാനിക് ആയിരിക്കും അല്ലേ. നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ടിന് സമയമായി എല്ലാ ഫിയർ ഫാക്ടേഴ്സും നമ്മൾ ഫിയർ ഇൻഡെക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴൊക്കെ മാക്സിമം ആണ് ഇവിടുന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യാനായിട്ട് പലരും ഭയന്ന് മാറി നിൽക്കുക തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ആ ഫിയർ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഡ്രിവൺ ബൈ ഗ്രീഡ് ആൻഡ് ഫിയർ. അത് ഇപ്പോൾ നമുക്കറിയാം പലരും ആ ഗ്രീഡ് ഫാക്ടറോട് അതായത് മാർക്കറ്റ് 12,000 മുകളിൽ വന്നു കഴിയുമ്പോഴാണ് പലർക്കും ഇനി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നത്. അതേസമയം 11,000 താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഫിയർ ഗ്രിപ്പിൽ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 11,000 താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 12,000 മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറായിരിക്കും. അതാണ് ആ ഗ്രീഡും ഫിയറും ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഉള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അതിൽ നമ്മൾ വളരെ നമ്മളെ സ്വയം ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ആണ് എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊരു എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പല മെത്തേഡിലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാം. അതേസമയം ഏത് മെത്തേഡ് നമ്മൾ ഇനീഷ്യലി ട്രൈ ചെയ്യുമ്പോഴും നമുക്ക് ലോസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ നടക്കാൻ പഠിച്ചപ്പോഴും നമ്മൾ വീണിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പറ്റിയ ഫീൽഡാണ്. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതോ ട്രേഡിംഗ് ആണോ. ട്രേഡിങ്ങിൽ തന്നെയാണെങ്കിൽ സ്റ്റോക്സ് ആണോ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആണോ അല്ലെങ്കിൽ ഓപ്ഷൻസിലാണോ ഏതിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നമുക്കൊരു എക്സ്പെർട്ടൈസ് നേടാൻ സാധിക്കുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള പ്ലാനിങ്സും അതിനുവേണ്ട ഒന്നുകിൽ നമ്മളതിനു വേണ്ടി എഫർട്ട് ഇട്ട് ട്രെയിനിങ്ങോടുകൂടി നമ്മളതിലെത്തിക്ക് ഒരു ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് പെയ്ഡായിട്ടുള്ള ടാലൻ്റ് ഉള്ള അതിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരുടെ സർവീസ് എടുത്ത് ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ സർവീസിനെ നമ്മളൊരു സർവീസ് എടുത്താൽ പോലും നമ്മുടെ കൂടെ ഒരു അനാലിറ്റിക്കൽ മൈൻഡ് കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അത് യൂസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അപ്പോൾ ഞാൻ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉള്ള കമ്പനീസിൽ തന്നെ കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായിട്ടുള്ള ആ ഒരു ചേഞ്ച് അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് ഞാൻ ഒരു 3 എക്സാമ്പിളുകൾ ഞാൻ കാണിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആക്ച്വലി ബ്രിട്ടാനിയ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ആ ചാർട്ടാണ് 10 ഇയേഴ്സിൻ്റെ ചാർട്ടാണ്. ബ്രിട്ടാനിയ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വീട്ടിലും വാങ്ങുന്ന ബിസ്ക്കറ്റ്സ്, ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്സ് മെയിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് 2009 130 rupeesലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് 3,300 കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോൾ നമുക്കറിയാം ആ സ്റ്റോക്കിലുണ്ടായിട്ടുള്ള ഒരു വലിയ റാലി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു 10 years ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും
പീരിയഡ് പേഷ്യൻസോടുകൂടി ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഓണർ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് കൊണ്ടു നടക്കുന്നത്, അതുപോലെ തന്നെ അങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഈ 10 ഇയേഴ്സിൻ്റെ പീരീഡിൽ പല ഇലക്ഷൻസ് വന്നിട്ടുണ്ട്, ഈവൻ ഡിമോണിറ്റൈസേഷൻ വന്നിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടാക്സ് റീഫോംസോ അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള ട്രംപോ ചൈനയും ഒക്കെ ആയിട്ടുള്ള ട്രേഡ് താരിഫ് വാർസും, അതുപോലെ കുറേയധികം പലരും പറയുകയുണ്ടായി ബ്രിട്ടാനിയയുടെ സെയിൽസ് പതാഞ്ജലിയൊക്കെ വന്നപ്പോൾ കാര്യമായിട്ട് ഡിപ്പ് ചെയ്ത് പോകുന്നുള്ളതൊക്കെ. പക്ഷെ അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ബ്രിട്ടാനിയയുടെ സ്റ്റോക്ക് 130 റുപ്പീസിൽ നിന്നും 2009 130 റുപ്പീസിൽ നിന്നും 3300 വരെയും ആ റേഞ്ചിലേക്ക് വന്നു അല്ലേ. അപ്പോൾ ആ പീരീഡിൽ നമ്മളൊരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ യൂസ് ചെയ്യും. കോമൺ ആയിട്ട് ഇന്ത്യയിൽ ഇത്രയും 100 ക്രോസിലധികം പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ ഇതുപോലെയുള്ള മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ അവരുടെ പ്രോഫിറ്റബിലിറ്റി വരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഫിറ്റ് നേടാവുന്ന ഒരു വലിയൊരു അവസരമാണല്ലേ ബ്രിട്ടാനിയ എന്നുള്ള സ്റ്റോക്കുള്ളത്. നമ്മൾ ഓരോ ഷോപ്പിൽ ഓരോ വീക്കിലും പലപ്പോഴും ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്സ് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ ഈ ഇതുപോലെ എൻ്റെ പോലെ ഇത്രയധികം പേര് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്സ് അവൈലബിൾ ആണ്, അത് വാങ്ങി നമുക്ക് ഇത്രയധികം പ്രോഫിറ്റ് നേടാവുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് അതിൻ്റെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന റിട്ടേൺ ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രോഫിറ്റ്സ് നേടാനായിരിക്കും. അതുപോലെ തന്നെയുള്ള പ്രോഡക്റ്റാണ് ബാറ്റ ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ 3-4 പേരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡായിരിക്കും അല്ലേ ബാറ്റ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ വില 2009 50 റുപ്പീസിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞൊരു ഇയറിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന പീരീഡിൽ പോലും ബാറ്റ ഇന്ത്യയുടെ സ്റ്റോക്ക് ഷാർപ്പായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അല്ലേ. അതിനുശേഷം സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1700 അല്ലേ. അപ്പോൾ ബാറ്റ ഇന്ത്യയും ഒരു പ്രോഡക്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഇത്രയധികം പേര് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. നമ്മുടെ തൊട്ടുള്ള ടൗണിലും അവരുടെ ഒരു ഷോറൂം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ ചപ്പൽ ഷോപ്പുകളിലും ബാറ്റയുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെയും എങ്ങനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാനായിട്ട് ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ബാറ്റ ഇന്ത്യയിലും നമുക്ക് ഇതുപോലെയുള്ള നല്ല പ്രോഫിറ്റ് നേടായിരുന്നില്ല. അതുപോലെ വേറൊരു കമ്പനി കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീട്ടിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ. നമുക്കറിയാം അവരുടെ പ്രോഡക്ട്സ് നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തും നമുക്ക് കാണുന്ന ഒരു പ്രോഡക്റ്റാണ് അല്ലേ. ഇവരുടെ അഡേസീവ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഓരോ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നിടത്തും നമുക്കിത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്ട്സ് കാണാം. അതായത് ആ സ്റ്റോക്ക് 50 റുപ്പീസിൽ 2009 ട്രേഡ് ചെയ്തിരുന്നത്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1400 റേഞ്ചിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കോമൺ ലൈഫിൽ തന്നെ ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സും നമുക്ക് ആ കമ്പനീസിൻ്റെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ പലപ്പോഴും നമുക്ക് ലോങ് ടൈമിൽ നല്ല പ്രോഡക്ട്സ് ഉള്ള കമ്പനീസിൻ്റെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ലോങ് പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനും സാധിക്കും. അതുപോലെ തന്നെ ഈ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഓപ്ഷൻസ്, വീക്കിലി ഓപ്ഷൻസ് എല്ലാ തേഴ്സ്ഡേയിലും എക്സ്പയറി ആകാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് വളരെ ഓപ്ഷൻ ട്രേഡിംഗ് എപ്പോഴും റിസ്ക്കിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിനകത്ത് പേപ്പർ വർക്ക് ചെയ്ത് അത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓപ്ഷൻ ട്രേഡിംഗ്. പക്ഷേ ഈ വീക്കിലി ഓപ്ഷൻസിൽ നമുക്ക് വളരെ കൺട്രോൾഡായിട്ട് റിസ്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നത് ഒരു പക്ഷേ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൽ നമുക്കൊരു 10% പ്രോഫിറ്റ് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു നമുക്കറിയാം ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ 7% താഴെയാണ് പലയിടത്തും. അപ്പോൾ അവിടെ ഒരു 10%-ലധികം പ്രോഫിറ്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെയും വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വളരെ വളരെ പ്ലാൻഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈവൻ 100% പ്രോഫിറ്റ് ഒരു ദിവസം പോലും നേടാൻ പറ്റുക എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതിൽ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നോക്കുമ്പോൾ നമുക്ക് വളരെ റിവാർഡിംഗ് ആയിട്ട് ചെയ്യാവുന്ന റിസ്ക് എടുക്കുന്നത് എപ്പോഴും പ്ലാൻ ചെയ്ത് നമ്മളതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എടുക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ ട്രേഡിങ്, എസ്പെഷ്യലി നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡിങ്, വീക്കിലി ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരു പക്ഷേ നമ്മുടെ AAA പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ക്ലയൻസിന് അറിയാം, ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ഞങ്ങളത് വളരെ അധികം പ്രോഫിറ്റ്
നേടാറുണ്ട് മിക്ക വീക്കിലും. ഇപ്പോൾ കഴിഞ്ഞ തേഴ്സ്ഡേ വീക്ക്ലി ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ ഞങ്ങൾ പ്രോഫിറ്റ് നേടിയ ഒരു 2 ട്രേഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലുണ്ടായിട്ടുള്ള ആ പ്രോഫിറ്റ്സ് അത് ആ ഒരു റിയൽ ചാർട്ടിലുള്ള ഡിഫറൻസ് അത് നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് നമ്മൾ ബെറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് മാർക്കറ്റിന് വൺ സൈഡിലേക്ക് പലപ്പോഴും എക്സ്പയറി ഡേയിൽ ഓൾമോസ്റ്റ് 100%-ലധികം മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പല തേഴ്സ്ഡേയിലും 100%-ലും അതിലധികവും പ്രോഫിറ്റ് നേടാം. അപ്പോൾ ഞങ്ങൾ ഈ തൊട്ട് വീക്കിൽ 100% പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് മുമ്പത്തെ വീക്കിൽ മോർ ദാൻ 200%-ലും പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ചെയ്ത ട്രേഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് November 7th അന്ന് എക്സ്പയറി ഡേയിൽ ഞങ്ങൾ 12,000 കോൾ ഓപ്ഷൻ ഞങ്ങൾ 15 rupees വാങ്ങിയതിന് ശേഷം നിങ്ങൾ കാണാം ആ ഓപ്ഷൻ 30-ലാണ് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. ആ ഓപ്ഷൻ ഞങ്ങൾ വാങ്ങിയതിന് ശേഷം മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് ട്രെൻഡ് ചെയ്ത് പോയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 rupees വരെയൊക്കെ ആ ഓപ്ഷൻ പോയിരുന്നു. പക്ഷേ നമുക്ക് ഓപ്ഷൻ 15 rupees വാങ്ങുമ്പോൾ എക്സ്പയറി ഡേയിൽ നമുക്കറിയാം മാക്സിമം അതിൻ്റെ റിസ്ക് 15 rupees ആണ്. മാക്സിമം അത് 0-ൽ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 15 rupees-ന്റെ റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നതെന്ന് അറിയാം. പക്ഷേ നമുക്ക് മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ 30-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 100% പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഒരു 1.5 hours-നുള്ളിൽ നമുക്കത് 100% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാൻ സാധിക്കും. അതായത് ഒരു 10,000 rupees-നാണ് നമ്മൾ ആ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റിസ്ക് 10,000 rupees-ഉള്ളൂ നമുക്കറിയാം. പക്ഷേ അത് ആ ഒരു റിസ്ക് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് നമുക്ക് ആ റിസ്ക് ഫാക്ടറിനെ ഓൾമോസ്റ്റ് 0%-ലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ആ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിനകത്തുള്ള ഡിഫറൻസ്. അപ്പോൾ 100% പ്രോഫിറ്റാണ് അന്നത്തെ നിഫ്റ്റിയുടെ 12,000 കോൾ ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് പിറ്റേ ദിവസം ഞങ്ങൾ ഈ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഞങ്ങൾ ചെയ്തിരുന്ന 12,000 കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് തന്നെ ഞങ്ങൾ ഫ്രൈഡേയിൽ ചെയ്തത് ഞങ്ങൾ 57-ആണ് ബൈ ചെയ്തിരുന്നത്. അതിനുശേഷം ആ ഓപ്ഷൻ 100-ൽ പോയി ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 75% പ്രോഫിറ്റ് ഇൻട്രാഡേയിൽ തന്നെ നേടാനായിട്ട് ഞങ്ങൾക്ക് ഫ്രൈഡേയിൽ സാധിച്ചു. അതുപോലെ നമുക്ക് പല ദിവസങ്ങളിലും ഇതുപോലെയുള്ള നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രിസൈസ് ട്രേഡിങ്ങിലൂടെ നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ആവാം, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലൂടെ ആകാം, അല്ലെങ്കിൽ സ്റ്റോക്സിലുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഞങ്ങൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജിനെ കുറിച്ച് ഞങ്ങൾ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ചൂസിങ് ഡെലിവറി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ എല്ലാ പ്രസൻറ്റേഷനിലും നമ്മൾ സംസാരിക്കുന്നതാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ലോങ് ടൈമിൽ ഇതുപോലെയുള്ള നമുക്ക് ബ്രിട്ടാനിയ അല്ലെങ്കിൽ ബാറ്റ ഇന്ത്യ പോലെയൊക്കെയുള്ള സ്റ്റോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്രോർപതി പോർട്ട്ഫോളിയോ എന്നുള്ളൊരു 10 സ്റ്റോക്സിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ഒരു 20 lakhs ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു വലിയൊരു എമൗണ്ടിലേക്ക് അടുത്ത 10 years എത്താവുന്ന രീതിയിലുള്ള ഒരു 10 സ്റ്റോക്സിനെ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻസിലുള്ള ഇതുപോലെയുള്ള ട്രേഡ്സ് നമുക്ക് പ്രിസൈസ് ആയിട്ട് മനസ്സിലാക്കി ആ ട്രേഡ് ഒരു സിംഗിൾ ട്രേഡ് ഒരു ദിവസം ചെയ്താലോ അല്ലെങ്കിൽ ഒരു വീക്കിൽ തന്നെ 1-2 ട്രേഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ ചെയ്യാവുന്ന നിഫ്റ്റിയുടെ ഓപ്ഷൻസിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്. നമുക്കിനി നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. പ്രീവിയസ് വീക്കിൽ നമുക്കറിയാം മാർക്കറ്റ് 307 points ആണ് വീക്കിലി അപ്പാണ് ക്ലോസ് ചെയ്തിരുന്നത്. എന്തായാലും ഈ വീക്കിൽ വളരെ റേഞ്ച് ബൗണ്ടായുള്ള ട്രേഡിംഗ് ആണെങ്കിലും 17 points ഉയർന്ന് 11,908-ലാണ് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ഫ്രൈഡേയിൽ 103 points കറക്ഷൻ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റിന് വീക്കിലുണ്ടാക്കിയ ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. വീക്കിൽ 12,000 മുകളിലേക്ക് വന്നിരുന്ന മാർക്കറ്റ് പക്ഷേ 17 points മാത്രം ഗെയിനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൺഡേ 4th November മാർക്കറ്റ് 60 points അപ്പ് ആയിരുന്നെങ്കിൽ 5th 24 points ഡൗൺ ആണ് ക്ലോസ് ചെയ്തിരുന്നത്. 6th പക്ഷേ 48 points ഉയർന്നും അതുപോലെ 7th 46 points ഉയർന്നും ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് സാധിച്ചിരുന്നു. പക്ഷേ ഫ്രൈഡേയിൽ 104 points താഴ്ന്ന് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് മാർക്കറ്റിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു മോഡിലുള്ള ഒരു മാർക്കറ്റിലുള്ള ഒരു കറക്ഷനായി തന്നെ നമ്മൾ കാണേണ്ട കാര്യമുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ നമുക്ക് കാണാം കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് 130 points-ന്റെ ഒരു വീക്കിലി ക്ലോസിങ്ങിന് ശേഷം ഒക്ടോബറിൽ നെക്സ്റ്റ് വീക്ക് ഒരു 356 points-ന്റെ പ്ലസ് ക്ലോസിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു നെഗറ്റീവ് 77 points-ന്റെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള വീക്കിൽ 307 points-ഉം ഇപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് വീക്കിൽ 17 points-ന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിങ്ങോടുകൂടി കഴിഞ്ഞ വീക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈ നമുക്ക്
കൂടെ കാണാം. 12,034 എന്നുള്ളൊരു പുതിയൊരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒരു പുതിയൊരു ഹൈ ആണ് 12,034. എന്തായാലും മാർക്കറ്റിൻ്റെ വരും ദിവസങ്ങളിൽ 12,103 എന്നുള്ളൊരു ഹൈയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ ഈ ഒരു ഏത് സമയത്തും ഒരു പുൾ ബാക്ക് നമുക്കൊരു 11,600 ലെവലിലേക്കുള്ള ഒരു പുൾ ബാക്കിന് എന്തായാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതേസമയം US ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് താരിഫ് വാറിൽ കാര്യമായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരുന്നു എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ അനൗൺസ്മെൻറ്റ്സ് എല്ലാം വരുമ്പോൾ നമുക്ക് മാർക്കറ്റിലെ ആ ഒരു ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റ്സിൻ്റെ ഒരു ബുള്ളിഷ് ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 12,103 വരെ മാർക്കറ്റ് ഒരുപക്ഷെ ഈ അപ് ട്രെൻഡിൽ തന്നെ ടെസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതേസമയം നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ നമുക്ക് മന്ത്ലി ചാർട്ടിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ നമ്പർ വരെയുള്ള മന്ത്സ് നോക്കൂ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒക്ടോബറിൽ 543 പോയിൻറ്റ്സ് കഴിഞ്ഞ 2018 ഒക്ടോബറിൽ 543 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷൻ ആയിരുന്നു. പക്ഷേ ഈ ഒക്ടോബർ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒക്ടോബർ ഒരു മൈനസ് ക്ലോസിംഗിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് ആ ടാക്സിൻ്റെ റേറ്റ് എല്ലാം കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ 403 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ സാധിക്കുകയുണ്ടായി. കഴിഞ്ഞ നവംബർ മാസം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു 490 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഈ നവംബർ മന്തിൽ ജസ്റ്റ് 30 പോയിൻറ്റ്സ് അപ്പായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ 2018 നവംബറിൽ മാർക്കറ്റ് ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് 500 പോയിൻറ്റ്സിൻ്റെ പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നെങ്കിൽ ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയും മാർക്കറ്റിലൊരു കൺസോളിഡേഷൻ പീരീഡാണ്. നോർമലി ഒരു ബജറ്റിൻ്റെ പീരീഡിൽ ആ കഴിഞ്ഞ വർഷത്തിൽ ഈ ഡിസംബറിൽ ഓൾമോസ്റ്റ് ഒരു ഹോളിഡേ മൂഡിലായിരുന്നു അന്ന് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ 3 മാസത്തിൽ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. അതേസമയം മാർച്ച് മാസത്തിലേക്ക് എത്തിയപ്പോഴും നമുക്കറിയാം ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു 831 പോയിൻറ്റ്സിൻ്റെ റാലിയാണ് അന്ന് മാർച്ച് മാസത്തിൽ നടന്നതിന് ശേഷം ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും പക്ഷേ ജൂലൈ മാസത്തിൽ നമ്മൾ വീണ്ടും ഈ 2019 ജൂലൈയിൽ 670 പോയിൻറ്റ്സിൻ്റെ ഒരു ഷാർപ്പ് കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും 451 പോയിൻറ്റ്സും ഒക്ടോബർ മാസത്തിൽ 403 പോയിൻറ്റ്സും അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്തിയ മാർക്കറ്റ് നവംബർ മന്തിൽ ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ക്യാൻഡിലാണ് നമുക്കിപ്പോൾ കാണുന്നത്. 30 പോയിൻറ്റ്സ് അപ്പാണ് 11,988 എന്നുള്ളൊരു ക്ലോസിംഗ് ആണ് നമുക്ക് നവംബറിൻ്റെ കഴിഞ്ഞ വീക്കിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിനി നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ ഒന്ന് നോക്കാം. നിഫ്റ്റിക്ക് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന മാർക്കറ്റ് ഒരു സപ്ലൈ സോണിലേക്ക് എൻട്രി ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ഈ ചാർട്ടിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ RSIയും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. അപ്പോൾ ഒരു സപ്ലൈ സോൺ ഇവിടെ വരുന്നത് 12,095 12,021 എന്നുള്ള റേഞ്ചിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു പുൾ ബാക്കും തന്നെയാണ് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ മാർക്കറ്റിൻ്റെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൽ ഇനി വരാൻ പോകുന്ന ഒരു ക്ലിയർ സപ്പോർട്ട് ലെവൽ വരുന്നത് 11,646ഉം അതുപോലെ തന്നെ 11,490 എന്നുള്ളൊരു ലെവലിലായിരിക്കും. അപ്പോൾ മാർക്കറ്റിൻ്റെ അടുത്ത ഏതെങ്കിലും ഒരു ഷാർപ്പ് സെൽ ഓഫ് ഉണ്ടാകുകയാണെങ്കിൽ ഈ ലെവൽ ഈ ഡിമാൻഡ് സോൺ 11,646 ലെവലിൽ നിന്നായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത തിരിച്ചുള്ളൊരു റീബൗണ്ട് ഉണ്ടാകുക. എന്തായാലും അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. നമുക്കിനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഒന്ന് നോക്കാം. നമുക്കറിയാം നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 11,358 ലെവലിലാണ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ 20 DMA വരുന്നത് 11,695 ആണെങ്കിൽ 50 DMA വരുന്നത് 11,359 ആണ്. അതുപോലെ 100 DMA വരുന്നത് 11,386 ആണ്. അതുപോലെ 200 DMA വരുന്നത് 11,357 ആണ്. അപ്പോൾ മാർക്കറ്റ് ഈ മേജറായിട്ടുള്ള 50ഉം 100 DMAs വരുന്നത് ഓൾമോസ്റ്റ് 11,300-നും 400-നും ഇടയിലാണ്. ആ ലെവലിലേക്കൊക്കെ മാർക്കറ്റിൽ
എപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടി ആവറേജസിൽ നിന്നും കുറേ അധികം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ആവറേജസിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ടെൻഡൻസി മാർക്കറ്റിന് എപ്പോഴും ഉണ്ടാകും. എന്തായാലും ഇപ്പോഴത്തെ ഈ റിസൾട്ട് സീസണിൽ ഇപ്പം മേജറായിട്ടുള്ള റിസൾട്ട്സ് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ മൂവിങ് ആവറേജസിൻ്റെ അടുത്തേക്ക്, അതായത് ഒരു 11,600 500 ലെവലിലേക്കൊക്കെ ഉള്ള മാർക്കറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടിയുള്ള വരവ് വളരെ ഷാർപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു മൂഡാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് പുതിയ ഇപ്പോഴുള്ള ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ പുൾ ബാക്കിലുള്ള ഇപ്പോൾ ഒരു 11,950 എന്നുള്ളൊരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നുള്ള കറക്ഷനാണ് നമ്മൾ കാണുന്നതെങ്കിൽ മാർക്കറ്റിന് ആ ലെവലിൽ നിന്നും താഴെ വരികയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് വരിക 11,757 ആയിരിക്കും. അതേസമയം 11,950 മുകളിലേക്ക് 12,103 ആണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. അതേസമയം ഇനി വരുന്ന ഏറ്റവും വലിയൊരു ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ റിമൂവലോ അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിൻ്റെ റിമൂവലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് 12,000 മുകളിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ടും അതോടൊപ്പം തന്നെ അടുത്തൊരു ടാർഗറ്റായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക 12,598 ലെവലിലായിരിക്കും. അത് ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് 12,598 ആയിരിക്കും. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. നമുക്കറിയാം കുറേയധികം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനോട് കൂടി കുറേയധികം അവസരങ്ങൾ ഇപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്സിലെല്ലാം നമ്മൾ കുറേയധികം സ്റ്റോക്കിൽ ഞങ്ങൾ സ്വിംഗ് ഡെലിവറിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, ചാർട്ട്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്തായാലും ഞാൻ പഴയ നമ്മൾ കഴിഞ്ഞ വീക്സിൽ മുമ്പ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള സ്വിംഗ് ഡെലിവറി ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രീവിയസ് വീക്സിലൊക്കെയുള്ള വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. എന്തായാലും സമയക്കുറവ് മൂലം ഞാൻ കൂടുതലായിട്ടുള്ള സ്വിംഗ് ഡെലിവറിയുടെ ടാർഗറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ബുക്ക് ചെയ്ത ഒരു മൂന്ന് ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി, അതായത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എടുത്ത് ഞങ്ങളൊരു 12 to 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന മെത്തേഡിനാണ് ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ചെയ്ത ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് ലഭിച്ചൊരു സ്റ്റോക്കാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഞങ്ങൾ 335 ഞങ്ങൾ എടുത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ കാണാം. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ അത് 415 എന്നുള്ള ലെവൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ 23% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന ഈ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ വേറൊരു സ്റ്റോക്ക് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് എന്ന സ്റ്റോക്കും ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ ഞങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 425 ലെവലിലാണ്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 520 എന്ന ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 22% പ്രോഫിറ്റാണ് ICICI പ്രൊഡൻഷ്യൽ ലൈഫിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് മാക്സ് ഫിനാൻഷ്യൽ സർവീസ്. ഈ മാക്സ് ഫിനാൻഷ്യൽ സർവീസ് കഴിഞ്ഞ വീക്കിൽ ഷാർപ്പായിട്ടുള്ളൊരു റാലിയോടുകൂടി ഞങ്ങളുടെ ടാർഗറ്റായിട്ടുള്ള 490 ലെവൽ എത്തുകയുണ്ടായി. ഞങ്ങൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 437 ലെവലാണ്. ഈ ലെവലിൽ നിന്നും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 490 ലെവലിൽ വന്ന് ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് നേടാനായിട്ട് ഞങ്ങൾക്ക് മാക്സ് ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ള ഈ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ ഞങ്ങൾ എല്ലാ വീക്കിലും എല്ലാ തേഴ്സ്ഡേയിൽ ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻ റൈറ്റിങ്ങിലൂടെ ഞങ്ങൾ പ്രോഫിറ്റ് നേടാറുണ്ട്. കാരണം തേഴ്സ്ഡേയിൽ ഓപ്ഷൻസ് എക്സ്പയറി ഡേയിൽ 0 ആവുന്ന ഓപ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ റൈറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഓപ്ഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഓപ്ഷൻസ് സെല് ചെയ്യുകയാണ്. കുറച്ച് മാർജിൻ കൂടുതൽ വേണമെങ്കിലും അന്ന് തേഴ്സ്ഡേയിൽ പലപ്പോഴും ഇത് 0 അവസാനിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടും കൃത്യമായിട്ടുള്ള ഓപ്ഷൻസിൻ്റെ പൊസിഷൻസ് മനസ്സിലാക്കിക്കൊണ്ടും ചെയ്യുകയാണെങ്കിൽ വളരെ റിവാർഡിംഗ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ചാർട്ട് 11,950 പുട്ട് ഓപ്ഷനാണ് ഞങ്ങളന്ന് 11:34 മോർണിംഗിൽ 11:34 16 റുപ്പീസിന് സെല്ല് ചെയ്തത്. അതിനുശേഷം നമുക്ക് കാണാം ആ ഓപ്ഷൻ അന്ന് 0 വന്ന് അവസാനിക്കുന്നത്. അതിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാൻ
നേടാനായിട്ട് മോർ ദാൻ 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഒരു ലോട്ടിൽ നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ഞങ്ങൾ 45-നാണ് റൈറ്റ് ചെയ്തിരുന്നത്. ആ റൈറ്റ് ചെയ്തതിന് ശേഷം പക്ഷേ ആ ഓപ്ഷൻ കുറച്ച് മുകളിലേക്ക് തിരിച്ച് 100 ലെവലിലേക്ക് പോയതിന് ശേഷം വീണ്ടും വന്ന് 1-ലാണ് വന്ന് 0-ലേക്ക് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് പലപ്പോഴും കുറച്ചുകൂടെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്കത് ഹോൾഡ് ചെയ്ത് നമുക്ക് ആ റിസ്ക് മാനേജ് ചെയ്ത് തന്നെ ആയിരിക്കണം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്ട്രൈക്കിന് അപ്പുറത്തേക്ക് പലപ്പോഴും പോകാത്തതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ സെല് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് കുറവാകുന്നതുകൊണ്ട് ഒട്ടും ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ പലപ്പോഴും ഷാർപ്പായിട്ടുള്ള 100 പോയിൻറ്റ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അത് പക്ഷേ ക്ലോസിങ്ങിൽ പലപ്പോഴും ഈ ഓപ്ഷൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്താലും 0-ൽ തന്നെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച റൈറ്റ് ചെയ്തിരുന്നത് 30,500 പുട്ട് ഓപ്ഷനാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ട്രേഡിംഗ് പെർഫോമൻസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ എസ്പെഷ്യലി ഫസ്റ്റ് 3 days മാർക്കറ്റ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. പലപ്പോഴും സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യാവുന്ന രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് 3 daysലും ഞങ്ങളുടെ കോൾസ് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യുകയുണ്ടായി. പക്ഷേ ഞങ്ങൾക്ക് തേഴ്സ്ഡേയും ഫ്രൈഡേയും ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം 100% ആക്യുറസി എന്നുള്ളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ പ്രീവിയസ് വീക്ക് ഞങ്ങൾക്ക് 5 ദിവസവും ഞങ്ങളുടെ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് സക്സസ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ 3 ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയെങ്കിലും തേഴ്സ്ഡേയിലും ഫ്രൈഡേയിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ അത് ഓൾമോസ്റ്റ് ഒരു കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഒരു പ്രോഫിറ്റിൽ തന്നെ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ ട്രേഡിങ്ങിലും ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ ഫസ്റ്റ് 2 days 3 days ഞങ്ങൾക്ക് ലോസ് ആയിരുന്നെങ്കിലും മറ്റുള്ള ഡേയ്സിൽ ഞങ്ങളത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ തന്നെ ഞങ്ങൾക്ക് പ്രോഫിറ്റോടുകൂടി തന്നെ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ വീക്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ തന്നെ നമുക്ക് ട്രേഡ്സ് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. ആ സമയം ഗോൾഡിൽ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് വളരെ നല്ല ട്രേഡ്സ് കുറേ അധികം ചെയ്യാൻ സാധിച്ചു. നല്ല 4 ട്രേഡ്സ് നമുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 990 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിച്ചു. ഗോൾഡിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ട്രെൻഡ് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോമക്സിൽ എല്ലാം കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് ഡാറ്റ എല്ലാം അനലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും നമ്മുടെ ട്രേഡ്സിലും കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് നേടാനായിട്ട് കഴിഞ്ഞ വീക്കിൽ സാധിക്കുകയുണ്ടായി. ഓൾമോസ്റ്റ് 10 lots ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 99,000-അധികം പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സാണ് ഞങ്ങൾ ഗോൾഡിൽ കഴിഞ്ഞ വീക്കിൽ ചെയ്തത്. അതുപോലെ തന്നെ സിൽവറിൽ നമുക്കറിയാം ഓൾമോസ്റ്റ് 10 lot ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിൽവറിൻ്റെ ഡാറ്റയാണ് നമ്മൾ കാണുന്നത്. ആ ക്ലയൻറ്റിന് ഒരു 52,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു ഞങ്ങൾ സിൽവറിൽ നമ്മൾ ചെയ്തിരുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ക്രൂഡ് ഓയിലിൻ്റെ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. ഒരു 10 lots ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 22,000 പ്രോഫിറ്റ് നമുക്കൊരു വീക്കിൽ നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് നൽകാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞ വീക്കിൽ ഗോൾഡ് മിനിയിൽ ഞങ്ങളുടെ ഡിസംബർ മന്തിൽ ഞങ്ങൾ ചെയ്ത തേഴ്സ്ഡേയും ഫ്രൈഡേയും വളരെ നല്ല ട്രേഡ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് തേഴ്സ്ഡേയിൽ ഞങ്ങൾ ഗോൾഡിൻ്റെ ഷോർട്ട് ചെയ്തിരുന്ന സെല്ലിംഗ് പൊസിഷനായിരുന്നു. ഞങ്ങളന്ന് സെല്ല് ചെയ്തിരുന്നത് 37,970 അന്ന് ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റിലായിട്ടുള്ള 37,750 ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഫ്രൈഡേയിൽ നമുക്ക് കാണാം ഞങ്ങൾ അന്ന് ബൈ പൊസിഷൻ എടുത്തിരുന്നത് 37,600 അതിനുശേഷം 37,740 ഞങ്ങൾക്കന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കോമക്സ് ഗോൾഡിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്കിനി കമോഡിറ്റി സെഗ്മെൻറ്റിൽ ഞങ്ങളുടെ നമ്മൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഗോൾഡും സിൽവറും ക്രൂഡിലും മാത്രമാണ് ഞങ്ങൾ കമോഡിറ്റി സെഗ്മെൻറ്റിൽ റെക്കമെൻഡേഷൻ നൽകുന്നത്. ഈ മൂന്ന് പ്രോഡക്റ്റ്സിലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഈ 3 പ്രോഡക്റ്റ്സിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിപ്പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ
ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് വീക്കിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഗോൾഡിൻ്റെ ഡിമാൻഡ് സപ്ലൈ സോൺ കൂടി ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് കൃത്യമായിട്ടും ഡിമാൻഡ് സോൺ ഇനി വരുന്നത് 36,840 36,870 ഇടയിലാണ്. ഈ ഒരു ഡിമാൻഡ് സോണിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി ട്രേഡ് ചൈനയും യുഎസും തമ്മിലുള്ള ട്രേഡ് താരിഫ് വാറിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ പുരോഗതിയും അതിനുള്ളൊരു കൺക്ലൂഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഗോൾഡിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായേക്കാം ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഡിമാൻഡ് സോൺ വരുന്നത് കുറച്ച് താഴെ ലെവലിൽ 36,840 അതുപോലെ തന്നെ 36,870 എന്നുള്ള ലെവലാണ്. അതുപോലെ ഗോൾഡിന് ഒരു സപ്ലൈ സോണായിട്ട് നിലനിൽക്കുക 38,618 അതുപോലെ തന്നെ 38,533 എന്നുള്ള ലെവലിലായിരിക്കും. ഇതാണ് ഇനി അടുത്തൊരു ഡിമാൻഡ് സപ്ലൈ സോണായിട്ട് നിലനിൽക്കുക. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ നവംബർ ഫ്യൂച്ചേഴ്സിലെ ഗോൾഡിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ സോണോട് നോക്കാം. ഗോൾഡ് ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ സോണാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഒരു 4,100 ലെവലിന് ഒരു 4,000 ഇടയിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ അടുത്തൊരു സപ്ലൈ സോണായിട്ട് നിലനിൽക്കുക 4,076 4,140 എന്നുള്ളൊരു ലെവലിലായിരിക്കും ഇനി അടുത്ത കൃത്യമായിട്ടുള്ള സപ്ലൈ സോൺ. ആ സപ്ലൈ സോണിലാണ് കഴിഞ്ഞ ദിവസം ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള പുൾ ബാക്കാണ് ഇനി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴെ ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഡിമാൻഡ് സോൺ 4,002 അതുപോലെ തന്നെ 3,980 എന്നുള്ള ലെവലാണ്. ഈ ലെവലിൽ ക്രൂഡ് ഓയിൽ വരുമ്പോൾ അവിടെ നിന്ന് ഷാർപ്പായിട്ടുള്ള മുകളിലേക്കുള്ള ഒരു അപ്വേർഡ് സ്പൈക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളൊന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ MFSL, ടാറ്റ മോട്ടേഴ്സ്, SBI, ഇപ്ക ലാബ്, HDFC AMC, ICICI ബാങ്ക്, മണപ്പുറം ഫിനാൻസ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, അതുപോലെ തന്നെ അഡാനി ട്രാൻസ്മിഷൻ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. താങ്ക് യു.